ബി.ഡി. സവർക്കറെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന പണി ആദ്യം തുടങ്ങിവെച്ചത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഫ്രീഡം ക്യൂസിൽ ബി.ഡി. സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യം ഉൾപ്പെട്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നതാണ് ചോദ്യം. എന്തായാലും ഇത് വലിയ വിവാദമായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ, എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയാണ്. കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞില്ല. ഈ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന മറ്റൊരു സംഭവം കൂടി ഇന്നുണ്ടായിട്ടുണ്ട്. വരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് UDF ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന് BJP ഡീൽ ആരോപണമായിരുന്നു. അതിപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ അവർക്കെതിരെ തിരിച്ചടിക്കുകയാണ്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ഒരു മുൻകരുതലിന്റെ ഒരു കുറവുണ്ടായി ഈ രണ്ട് സംഭവങ്ങളിലും. ഇതിൽ ഒന്നാമത്തത് പറഞ്ഞ ചെറിയൊരു വെച്ചാൽ വിദ്യാഭ്യാസ വകുപ്പല്ല VD സവർക്കറുമായി ബന്ധപ്പെട്ട ക്വിസ് പ്രോഗ്രാം നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വർ എന്നീ രണ്ട് ഉപജില്ലകളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബുകൾ നടത്തിയിട്ടുള്ള സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ അവരുടെ എന്തോ ഒരു കൂട്ടായ്മ വിവിധ സ്കൂളുകളിലെ രണ്ട് ഉപജില്ലകളിലെ വിവിധ സ്കൂളുകളിലെ സർക്കാർ അതെ പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് സംസ്ഥാന അടിസ്ഥാനം നടത്തിയ പരിപാടിയല്ല. ആ രണ്ട് ഉപജില്ലകളിലെ LP സ്കൂളുകളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ള പരിപാടിയാണ്. അതിലാണ് ഈ പറഞ്ഞ എന്താണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ചോദ്യം വരുന്നത്. ഉത്തരസൂചികയും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ് വന്നിരുന്നു. അതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഞങ്ങളത് നടപടി സ്വീകരിക്കും. ബന്ധപ്പെട്ട ആളുകൾ അത് അന്വേഷിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാലിന് അയച്ചിട്ടുള്ള സർക്കുലറാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഈ പറയുന്ന അമൃത് കാം എന്താണ് മഹോത്സവ്, ആസാദ് കി അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് അതിന് ഇത്തവണത്തെ എഡിഷൻ അത് 150 years ഓഫ് വന്ദേ മാതരം അതുമായിട്ട് ക്ലബ്ബ് ചെയ്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം 150 വർഷം വന്ദേ മാതരത്തിന് 150 വർഷം, ഹർ ഘർ തിരങ്ക എന്ന് പറയുന്ന ഈ രണ്ട് പ്രോജക്റ്റുകളും ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഇത്തവണ ഈ പറയുന്ന ആസാദ് കാ അമൃത് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 15-നാണ് സ്വാഭാവികമായിട്ടും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്ദേ മാതരത്തിൻ്റെ ആലാപനവും സെൽഫി വിത്ത് തിരങ്ക ഇത് രണ്ടും നടക്കും എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടിൻ്റെയും നോഡൽ ഏജൻസിയായിട്ട് തദ്ദേശ വകുപ്പിനെയും ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഈ ബിശ്വാസിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ ലെറ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ വന്ദേ മാതരത്തിന് 150-ാം വാർഷികം എന്നുള്ളൊരു സംഗതി വന്ദേ മാതരം ആലപിക്കുന്നു. ഈ സെൽഫി വിത്ത് തിരങ്ക അതേപോലെ വന്ദേ മാതരത്തിൻ്റെ ആലാപനം ഇത് രണ്ടുമാണ് അതിലെ ഇത്തവണത്തെ എഡിഷനിലെ പ്രധാന പരിപാടികൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വന്ദേ മാതരം സംസ്ഥാനത്ത് ആലപിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന വിമർശനം വരുന്നു. ആ വിമർശനം സാധുവുമാണ്. അപ്പോൾ അതിലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം അതിൽ പ്രതികരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഉത്തരവല്ല, അത് രാജ്ഭവനിൽ വന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറി അറിയിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും UDFൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഡിഫൻസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇത് തന്നെ പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അത് ഒന്നാമത് വന്ദേ ഭാരത് എന്നാണ് വരുന്നത്. വന്ദേ മാതരം ദേശീയ ഗീതമാക്കിക്കൊണ്ടുള്ള നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു ദേശീയ നിയമമാണ്. സംസ്ഥാനത്തിന് എങ്ങനെയാണ് മാറി നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമായിരിക്കും ചോദിക്കുക. ഇത് സെൻട്രൽ സർക്കുലറാണ്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തദ്ദേശ സെക്രട്ടറി അറിയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വരുന്ന ഡിഫൻസ്. ആ ഡിഫൻസ് എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് മന്ത്രി ഷംസുദ്ദീൻ ഉയർത്തിയിരിക്കുന്നത്. ഷംസുദ്ദീൻ പക്ഷേ അത് രാജ്ഭവനിൽ നിന്നാണ് പറഞ്ഞിട്ട് എന്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഈ ഇതിൽ പറയുന്നത് ആ കൃത്യം സർക്കുലറിൻ്റെ നമ്പറൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കൾച്ചർ വൈറ്റ് സോ സർക്കുലർ നമ്പറാണ് ഡേറ്റഡ് ഓൺ 14th July 2026 has communicated that the Har Ghar Tiranga
campaign will be observed this year from 9th to 17th August 2026. 9 മുതൽ 17 വരെ ഉണ്ട് കേട്ടോ. In continuation of the campaign launched in 2022 under Azad Ka Amrit Mahotsav. അപ്പോൾ 2022 മുതലുള്ള ആസാദ് കാ അമൃത് മഹോത്സവത്തിൻ്റെ തുടർച്ചയായിട്ട് ഇത്തവണത്തെ ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ 9th to 17th ഒബ്സർവ് ചെയ്യും. The 2026 edition has been integrated with the third phase of the nationwide commemoration of the 150th years of national song Vande Mataram, as approved by National Implementation Committee under the chairmanship of Honorable Union Minister for Home Affairs and Cooperation. അപ്പോൾ ഇതാണ്, അക്കോർഡിംഗ്ലി ഓൾ ഫിസിക്കൽ സെലിബ്രേഷൻസ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ഷാൾ കമ്പൈൻ ദ കളക്റ്റീവ് സിംഗിങ് ഓഫ് വന്ദേ മാതരം വിത്ത് ഹോസ്റ്റിംഗ് സോങ്. അപ്പോൾ ഇപ്പം ഇത് രാജ്ഭവനല്ല. മന്ത്രി ഷംസുദ്ദീൻ എന്താണ് ആ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ഇന്ന സർക്കുലറിൽ പറഞ്ഞ പ്രകാരം ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ പറയുന്ന ഓർഡറിലുള്ളത്. ആരുടെ ഓർഡർ? ബിശ്വനാഥ് സിൻഹ, സംസ്ഥാന ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ ശ്രീമതി ടിങ്കു ബിസ്വാൾ IAS അയച്ച സർക്കുലറാണ്. അപ്പോൾ അത് ഷംസുദ്ദീൻ പറഞ്ഞ പ്രകാരമല്ല ഈ സർക്കുലർ. ഇത് യൂണിയൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സർക്കുലറിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അത് നടപ്പിലാക്കണം. അതിന് നോഡൽ ഓഫീസർ, എന്തുകൊണ്ടാണ് ഈ ടിങ്കു ബിസ്വാൾ അയക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോഡൽ ഓഫീസർ സെൽഫ് ഗവൺമെൻറ്. അപ്പം സാങ്കേതികമായി ഇങ്ങനെയൊക്കെ ആയിരിക്കും ന്യായങ്ങൾ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട നാഷണൽ ഡിബേറ്റ് നടക്കുന്നു, അത് നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച സമീപനമുണ്ട്, ഇന്ത്യയിലെ പ്രതിപക്ഷം സ്വീകരിച്ച സമീപനമുണ്ട്. ഇത് RSSൻ്റെ പദ്ധതിയാണ്, സംഘ് പരിവാറിൻ്റെ പദ്ധതിയാണെന്നുള്ളതാണ്. ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഈ നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചൊല്ലിയല്ലോ, സത്യപ്രതിജ്ഞ ചടങ്ങിന് വന്ദേ മാതരം ചൊല്ലി. അപ്പോൾ അന്ന് എന്താണ് VD സതീശനൊക്കെ പറഞ്ഞത്? അത് ഞങ്ങളുടെ പരിപാടിയല്ല, സത്യപ്രതിജ്ഞ ശരിയാണ്, അത് അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? രാജ്ഭവനാണ്. അതിൻ്റെ റൺ ഡൗൺ തീരുമാനിക്കുന്ന രാജ്ഭവനാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെല്ലാം RSSൻ്റെ സാംസ്കാരിക അജണ്ടകൾ, ഇത്തരം വിഷയങ്ങളിൽ സാംസ്കാരിക അജണ്ടയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരു സർക്കാരല്ല, ഒരു പാർട്ടിയല്ല, ഒരു മുന്നണിയല്ല. എന്ന് മാത്രമല്ല, ഈ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു ഘടകം, ഒരു രാഷ്ട്രീയ ഘടകം എന്താണ്? പിണറായി വിജയൻ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ അലസ സമീപനം സ്വീകരിക്കുന്നുള്ളതാണ്. പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ വരട്ടെ, RSSൻ്റെ അജണ്ടയൊക്കെ ഇവിടെ വന്ന് നടപ്പിലാക്കിക്കോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അവരുടെ ഒരു പാർട്ടി കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അവരുടെ LDF അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, മന്ത്രിസഭയും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അലസ സമീപനങ്ങൾ കാരണം, ജാഗ്രതയില്ലായ്മകൾ കാരണം ഏതെല്ലാം വഴികളിലൂടെ RSSന് നുഴഞ്ഞു കയറാൻ പറ്റുമോ അതവിടെയെല്ലാം നുഴഞ്ഞു കയറുകയും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്തു. അത് ഏറ്റവും അധികം നടപ്പിലാക്കപ്പെട്ടത് ആഭ്യന്തര വകുപ്പിലുമായിരുന്നു. ഇതാണല്ലോ, ഈ വിമർശനമാണല്ലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായിരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയമായിരുന്ന കാര്യം. അത് ജനങ്ങളോട് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളാണ് ആര്? VD സതീശനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം. അപ്പോൾ മാൻഡേറ്റ് എന്താണ്? ഇത്തരമൊക്കെ അത് കേന്ദ്രം വിദ്യാഭ്യാസ വകുപ്പിലൂടെയാകാം, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിലൂടെയാകാം, സഹകരണ വകുപ്പിലൂടെയാകാം, പാഠപുസ്തകങ്ങളിലൂടെയാകാം, പല വഴിക്ക് നടപ്പിലാക്കപ്പെടുന്ന സംഘ് പരിവാർ അജണ്ടകൾ. അങ്ങനെ ഒരു പദ്ധതി കേന്ദ്രത്തിനുണ്ടെന്നും RSSനുണ്ടെന്നും BJPക്കുണ്ടെന്നും നമ്മളൊരു സെക്യുലർ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള തികഞ്ഞ ജാഗ്രതയിൽ നിൽക്കുമെന്ന സന്ദേശം അത് അകത്തേക്കും പുറത്തേക്കും കൊടുക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. ഈ സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ സർക്കുലർ. സാങ്കേതികമായി പറഞ്ഞു നിൽക്കാൻ ന്യായങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. സാങ്കേതികമായി പറഞ്ഞു നിൽക്കാൻ പിണറായി വിജയന് ന്യായങ്ങളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ന്യായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ ജാഗ്രതയാണ് ഈ വിഷയം. നോക്കിപ്പോൾ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പിടിക്കാൻ വേണ്ടി പോലീസ് കാണിക്കുന്ന ജാഗ്രതയുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല, ക്രിമിനലുകളെ പിടിക്കാനാണ്. പക്ഷേ അർജുൻ ആയങ്കിയേക്കാൾ ഈ സമൂഹത്തിൽ മുറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരകരുണ്ട്. അവർ നേരത്തെ പിണറായി വിജയൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതെ, TG മോഹൻദാസിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ PK ശ്രീമതി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക, അവർ ഇവിടെ MLA ആയിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്, മന്ത്രി ആയിരുന്ന ആളാണ്, ഇപ്പോൾ ഒരു വനിതാ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷയാണ്. അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കരഞ്ഞു. അവരെപ്പോലെ ഒരാൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കരയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്?
അവർക്കെതിരെ അത്രയും വഷളായിട്ടുള്ള കള്ള വാർത്ത പടച്ചു വിടുകയാണ്. അവർ പരാതി കൊടുത്തു. എനിക്കറിയില്ല എന്തെങ്കിലും നടപടിയായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വിദ്വേഷ പ്രചാരകർ, നാട്ടിൽ കുഴപ്പം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രി ഇവിടെയുണ്ട്. ആ ഇൻഡസ്ട്രി ഏറ്റവും തിടം വെച്ച് വളർന്നൊരു കാലമായിരുന്നു പിണറായി വിജയൻ്റെ കാലം. അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തിൻ്റെ ഫലമായി അധികാരത്തിൽ വന്നൊരു സർക്കാരാണത്. അപ്പോൾ അതേക്കാൾ അന്നുണ്ടായ പിഴവുകളെപ്പോലും കോമ്പൻസേറ്റ് ചെയ്യുന്ന ജാഗ്രത ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സർക്കുലർ വരുമ്പോൾ അത് രാജ്ഭവനിൽ നിന്ന് ഒന്നാണ്, അത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെയാണ്. അതെല്ലാം സാങ്കേതികമായ ഞൊടിന്യായങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ജാഗ്രത എവിടെ? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച സംഘ് പരിവാറിൻ്റെ അജണ്ടകൾക്കെതിരായിട്ടുള്ള, അവരുടെ നുഴഞ്ഞുകയറ്റങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക ജാഗ്രത എവിടെ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് മുമ്പിൽ വി.ഡി. സതീശൻ സർക്കാർ ദുർബലമായി പോകുന്ന സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. യെസ്, അപ്പോൾ നിഷാദ്, ഈ RSS സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരികയാണോ വി.ഡി. സതീശൻ സർക്കാരിനും? ഈ സംഭവങ്ങൾ കാണുമ്പോൾ അങ്ങനെയല്ലേ വായിക്കേണ്ടത്? അല്ല, മുട്ടുമടക്കുക എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല നമ്മൾ മുട്ടുമടക്കുക എന്ന് പറയുന്നത്. ഫൈറ്റ് പോലും ഇല്ല. സീരിയസ്ലി ഫൈറ്റ് പോലും ഇല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ കഴിഞ്ഞ ഒരു 2.5 മാസക്കാലത്തിനിടയ്ക്ക് സംഘപരിവാറിനെതിരായിട്ട് കർശനമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയില്ല. ഇപ്പോൾ ആഭ്യന്തര വകുപ്പാണ് അതിൽ ഏറ്റവും വലിയ നിലപാട് സ്വീകരിക്കേണ്ട വകുപ്പ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പാണ് സംഘപരിവാറിന് വിളയാടാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിമർശനം. ആ ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന് വാക്കുമിണ്ടുകയോ സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചാരകർക്കെതിരെ മിണ്ടുകയോ ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. ആഭ്യന്തര വകുപ്പിനെ റൺ ചെയ്യുന്നത് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ഒരു ഏജൻസിയാണ്. ഒരു ഏജൻസിയാണ് നാളെ നമ്മൾ ഏത് വിഷയം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് തൂഫാൻ എന്ന പേരിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും സിന്തറ്റിക് ഡ്രഗിനെതിരെ ഒരു ഡ്രൈവ് നടത്താം. അതിനുശേഷം അഴിമതിക്കെതിരെ ഏതെങ്കിലും സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വിസിലൂതിക്കാം. അതിനുശേഷം ഗൂണ്ടകളെ പിടിക്കാനുള്ള പുതിയ പദ്ധതി പ്രഖ്യാപിക്കാം. ഇതൊക്കെ പോലീസ് അല്ലെങ്കിലും ചെയ്യേണ്ട പരിപാടിയാണല്ലോ. സാധാരണ നിലയ്ക്ക് പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരെ, ഗൂണ്ടകളെ അല്ലെങ്കിൽ അഴിമതിക്കാരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ നേരിടുന്നത് ഒരു സവിശേഷമായ പ്രശ്നമാണ്. സമൂഹത്തിനകത്ത് വലിയ തോതിൽ ഹേറ്റ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നു? അത് തൊടേണ്ട വിഷയമാണെന്ന് രമേശ് ചെന്നിത്തല തന്നെ വിചാരിക്കുന്നില്ല. രമേശ് ചെന്നിത്തല വകുപ്പിൽ ആരും വിചാരിക്കുന്നില്ല. രമേശ് ചെന്നിത്തല വകുപ്പിനകത്ത് തന്നെ അദ്ദേഹം അത്തരക്കാരെ എടുത്തു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തെയും കൊണ്ട് സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചാരകരുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് സർപ്രൈസ് അതിഥിയായി കൊണ്ടുപോകുന്നു. ആ ടീം ഈ TG മോഹൻദാസിനെ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കണമെന്ന് വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരകരായിട്ട് ദിവസവും സ്ക്രീനിൽ വരുന്ന ആളുകൾ, രാഹുൽ ഗാന്ധിയെ പോലും അധിക്ഷേപിക്കുന്നവർ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയും സമരത്തെയും എപ്പോഴും അപഹസിക്കുന്നവർ, അത്തരക്കാരുടെ വീട്ടിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു ജന്മദിനത്തിന് അപ്രതീക്ഷിത അതിഥിയായി പോവുക. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു ടീമാണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. അവർ TG മോഹൻദാസിനെ പിടിക്കണം സാർ എന്ന് പറഞ്ഞു കൊടുക്കുമോ? രമേശ് ചെന്നിത്തല പിടിക്കുമോ? അപ്പോൾ UDFന് പൊതുവെ ഒരു വിചാരമുണ്ട്, നമ്മളങ്ങനെ ഈ വർഗീയതയ്ക്കെതിരെ ഒന്നും കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടവരല്ല, നമ്മളിങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പോകാം. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും വിചാരിക്കുന്നു, ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയും വിചാരിക്കുന്നു, PK കുഞ്ഞാലിക്കുട്ടിയും വിചാരിക്കുന്നു, പല സീനിയർ നേതാക്കന്മാരും വിചാരിക്കുന്നു, നമുക്ക് ആ പഴയ AK ആന്റണിയുടെ കാലത്തെ പോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പോലെ, കരുണാകരൻ്റെ കാലത്തെ പോലെ നമുക്കൊരു അധികാരകാലം കിട്ടിയിരിക്കുന്നു, 5 വർഷം നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം, മെഴുകി പോകാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്ന കാലം, അവർ ഭരിക്കപ്പെടുന്ന ജനത ആ പഴയ ജനതയല്ല. പൂർണ്ണമായും രാഷ്ട്രീയമായ കൃത്യതയും ഭരണത്തിൽ ക്വാളിറ്റിയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു തലമുറയുടെ മേലെയാണ് ഭരണാധികാരം കിട്ടിയിരിക്കുന്നത്. അവരാ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കോമ്പറ്റബിൾ അല്ലാത്ത ആളുകൾ ഇരിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ആകമാനം വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാനാണെങ്കിൽ കാറിൽ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടി, എന്നാലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് തെറ്റായി വിചാരിക്കുന്നവരാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തല TG മോഹൻദാസിനെ പിടിച്ചാൽ ചിലപ്പോൾ ആ കൂട്ടത്തിലുള്ള 10 പേര് പിണങ്ങുമോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ആൾ വിദ്വേഷം പറയുന്ന ആളാണ്. വിദ്വേഷം പറയുന്ന ആളെ തള്ളിക്കളയാണ് വേണ്ടത് എന്നാണല്ലോ കോൺഗ്രസിനകത്ത് അന്ന് വി.ഡി. സതീശൻ പോലും ആ നിലയ്ക്ക് തള്ളിക്കളഞ്ഞല്ലോ, കാറിൽ കയറ്റാൻ പാടില്ല. പക്ഷെ ഞാനാണെങ്കിൽ കയറ്റുമെന്ന് ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തലയുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാട് അങ്ങനെയാണ്. വിദ്വേഷത്തോടായാലും വർഗീയതയോടായാലും നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു അരകുഴമ്പൻ ലൈനാണ്. അല്ലെങ്കിൽ ചില നമ്മുടെ ജനപ്രീതി ഇടിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നവരുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായാൽ ഈ കെടുതിയെ നമ്മൾ എങ്ങനെ മറികടക്കും? അത് സീരിയസ് പ്രശ്നമാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ സർക്കാർ തന്നെ ഇപ്പം ഇന്ന്
നടപടിയെടുക്കുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ചെയ്ത് കൂടുന്നൊക്കെ മാറ്റി നിർത്താം. ഈ ഗവൺമെൻറ്റിന് ആകെ തന്നെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനുണ്ടോ? ഇന്നിപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് രാജ്ഭവനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുറിപ്പാണെന്ന്. രാജ്ഭവനിൽ നിന്നുള്ള കുറിപ്പാണോ? നമുക്ക് ഐഡിയ ഇല്ല. അദ്ദേഹം പറയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ രാജ്ഭവൻ്റെ പരിപാടികളിലെല്ലാം വന്ദേ മാതരം പാടണമെന്നുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഓർമ്മയെ പറഞ്ഞാണെന്ന് അറിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഈ കത്ത് തദ്ദേശ വകുപ്പിന് കൊടുത്തിട്ടുള്ളത്. പുതിയ നിയമങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാം മന്ത്രി. ഏത് നിയമം? പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. വന്ദേ മാതരത്തെ നിങ്ങൾ പൊതുമധ്യത്തിൽ മറ്റ് നാഷണൽ ഹോണേഴ്സ് ആക്ട് പ്രകാരം മറ്റ് ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ഒന്നും ആക്ഷേപിക്കാൻ പാടില്ലാത്തതുപോലെ വന്ദേ മാതരത്തെയും ആക്ഷേപിക്കാൻ പാടില്ല. വന്ദേ മാതരം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പൂർണ്ണമായിട്ടും ആ ഹിന്ദു ഭക്തി ഗാനം പാടണം എന്നൊന്നും ഒരു നിയമം ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഒരു അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ട്. ആ അഡ്വൈസറി സുപ്രീം കോടതി വന്നപ്പോൾ ഇത് അഡ്വൈസറി മാത്രമാണെന്നും ഇതിൽ മെയ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പാടൽ നിർബന്ധമല്ല, ഇത് പാടാത്തതിൻ്റെ പേരിൽ ഒരു ശിക്ഷയും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് രാജ്യത്തെ പരമോന്നത കോടതി വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. അതാണല്ലോ മന്ത്രി പറയേണ്ടത്. അതിന് മന്ത്രി പറയണം, ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ പാടാൻ കഴിയാത്ത ഒരു പാട്ടും പാടാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭരണകൂടമല്ല കേരളം ഭരിക്കുന്നത് എന്ന് പറയണ്ടേ? പുതിയ നിയമമെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഏതാ നിയമം? അതിനെക്കുറിച്ച് പോലും അജ്ഞനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുന്ന വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഈ നിയമം എന്താണ്, ആ നിയമം നടപ്പിലാക്കേണ്ടതാണോ, അതിനകത്ത് ഇളവുകളുണ്ടോ, അത് നിർബന്ധ ബുദ്ധിയുള്ളതാണോ, മാൻഡേറ്ററി ആണോ, അഡ്വൈസറി ആണോ, അതുപോലും അറിയില്ല. ഏതാണ് ശംസുദ്ദീന് മാത്രമല്ല, ചെന്നിത്തലയ്ക്ക് അറിയില്ല. ലോകത്തെ എല്ലാ കാര്യങ്ങളിലും എന്നോട് ചോദിക്കല്ലേ എന്നാണ് ഇന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രശ്നം നമ്മൾ പൊളിറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് പോകേണ്ട ഒരു സർക്കാരാണെന്ന് അവർ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർ വിചാരിക്കുന്നത് കരുണാകരൻ്റെ കാലത്ത് ഇതുപോലെ, ആൻ്റണിയുടെ കാലത്ത് ഇതുപോലെ PM ശ്രീയിൽ ഇങ്ങനെ ഒഴുകാം, നമുക്ക് വന്ദേ മാതരത്തിൽ ഇങ്ങനെ വഴുക്കി പോകാം, അങ്ങനെ പോകാം. ജനം അവർ പരമസാധുക്കൾ ഇതെല്ലാം കണ്ടിട്ട് ഓക്കെ എന്ന് വിചാരിക്കുമെന്നാണ്. അങ്ങനെ വിചാരിക്കുന്ന കാലം പോയി എന്ന് ലീഗും വിചാരിച്ചോണം, കോൺഗ്രസ്സുകാരും വിചാരിച്ചോണം. ഇപ്പോൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരകനായിട്ടുള്ള വിഷവർത്താനം പറഞ്ഞ TG മോഹൻദാസിൻ്റെ കാര്യത്തിൽ അർജുൻ അയങ്കിയാണോ ഇയാളാണോ രണ്ട് തട്ടിൽ വെച്ച് നോക്കിയാൽ അയാൾക്കാണ് ഭാരം കൂടുതൽ. കാരണം അയാൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ പെൺമക്കളെ റേപ്പ് ലവേഴ്സ് എന്ന് വിളിച്ചിട്ടുള്ള ഏറ്റവും ഹീന വ്യക്തിത്വമാണ്. അയാളെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അയാൾക്കെതിരെയുള്ള കേസ് എടുക്കാനുള്ള സന്ദർഭത്തിൽ എവിഡൻ്റ് ആയിട്ടുള്ള സംഗതി വീഡിയോ അവിടെ നിൽക്കുമ്പോൾ സ്പോട്ടിൽ സുവമോട്ടോ കേസ് എടുക്കാതെ ഒരു പരാതിക്ക് കാത്തിരുന്ന് ആ പരാതിയിന്മേൽ പരിശോധന നടത്തി അവസാനം ഒരു കേസ് എടുത്ത് അത് വിട്ടു. ഇനി അയാൾക്കെതിരെ ഒരൊന്നുമില്ല. ആ വീഡിയോ നിങ്ങൾ നോക്കണം. കേരളത്തിൽ പല വീഡിയോയും പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചിട്ട് വലിപ്പിക്കുന്നുണ്ട്. പോലീസ്, അതായത് മെറ്റ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും എല്ലാം മദർ കമ്പനി, അവർക്ക് കത്തയച്ച് പോലീസിന് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും? കണ്ടന്റ് വലിപ്പിക്കാൻ പറ്റും. ഇപ്പോഴും ഈ പറയുന്ന കണ്ടന്റ് അവിടെ കിടക്കുകയാണ്. എന്നു മാത്രവുമല്ല, ഈ മാന്യൻ നാടാകെ മറ്റ് വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ പോയിരുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. കേരള പോലീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കേരള പോലീസ് തൂഫാൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ബൈബിളിലൊരു വാചകമുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്ത് പ്രയോജനം? 12 വർഷക്കാലത്തെ മോദി ഭരണകാലത്ത് ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ UDFന് അധികാരം കിട്ടിയിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഐഡിയ. ആ ഐഡിയയുടെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം സർക്കാർ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ 102 സീറ്റ് നേടിയാലും, നിങ്ങൾ ഏതൊക്കെ തൂഫാൻ അവതരിപ്പിച്ചാലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അടിസ്ഥാനപരമായി നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ നിരാശ, ഇതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, ഈ വെറുപ്പിനെല്ലാം ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ, അവർക്കൊരു ഭരണകാലത്തും ഇല്ല ആശ്രയം എന്നാണ് ഏറ്റവും വലിയ നിരാശ. എന്ന് പറഞ്ഞിട്ട് മറ്റേ ഭരണകാലം ഗംഭീരമെന്ന് പറയാൻ പറ്റുമോ? ആ ഭരണകാലത്ത് ഇതുതന്നെയായിരുന്നു കഥ. ആ ഭരണകാലത്ത് പൂരം കലക്കി സംഘർഷമുണ്ടാക്കി കേരളത്തിലൊരു കലാപത്തിൻ്റെ സാധ്യത സൃഷ്ടിക്കാൻ ശ്രമിച്ച ആളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് അതിനകത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും അയാൾ സംരക്ഷിക്കപ്പെട്ടു. ആ കാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു കഥ. ഇതിനപ്പുറം പോയ സംഗതികൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ വരുമ്പോഴും ഇത് തന്നെയാണ് കാഴ്ച. എന്ന് വെച്ചാൽ മനുഷ്യർ, അതായത് ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സൗഹാർദ്ദ ജീവിതമുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യർക്ക് ഇപ്പോഴും നിലവിളിക്കാനാണ് വിധി, ഇപ്പോഴും വിമർശിക്കാനും ഇപ്പോഴും തിരുത്താനുള്ള ശ്രമിക്കാനാണ് വിധി. ഈ രണ്ട് സർക്കാരുകളുടെയും കാലത്ത് ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. സോ ഞാൻ വിചാരിക്കുന്നു, ഐ എം ഡാം ഷുവർ 10 വർഷം കൊണ്ടാണ് പിണറായി വിജയന് വില കൊടുക്കേണ്ടി വന്നത്. അതിനേക്കാൾ മുമ്പ് VD സതീശന് വില കൊടുക്കേണ്ടി വരും. VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ അയാളുടെ പ്രൊഫൈലിനുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ അയാൾ എടുത്തിട്ടുള്ള പറഞ്ഞ നിലപാടുകളാണ്. ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ
4 സീറ്റുകൾ തോറ്റാലും എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും മതനിരപേക്ഷതയോട് നാം സന്ധി ചെയ്തുകൂടാ എന്ന് പറയുന്ന വി.ഡി. സതീശൻ്റെ പ്രസംഗം ആവർത്തിച്ച് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ജനം ഹർഷാരവം മുഴക്കി. കാരണം ആ പ്രതീക്ഷയാണ് ജനത്തിന്. ആ ജനത്തിന് നിങ്ങൾ ക്ഷേമ പെൻഷൻ 30 രൂപ കൂട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല, മറിച്ച് മറ്റതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന പ്രതീക്ഷയാണ്. ആ ഏരിയ ടച്ച് ചെയ്തില്ല സതീശൻ. അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. കുറേ എപ്പിസോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും, ഒന്നും ശബ്ദിക്കുന്നില്ല. അപ്പോൾ സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആദ്യം വില കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും വീഴ്ചയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ അല്ലെങ്കിൽ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ പറ്റിപ്പോകുന്ന പിഴവുകളോ ആ നയം നടപ്പിലാക്കല്ല തെറ്റൊന്നുമല്ല. വ്യക്തിപരമായി അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് നേടി ജയിച്ചപ്പോൾ സതീശനല്ല മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുകയും അതൊരു തീരുമാനത്തിൻ്റെ വക്കോളം എത്തുകയും ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തെ എടുത്ത് മുഖ്യമന്ത്രിയാക്കിയായിരുന്നു. ആ എടുത്ത് മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നിൽ എന്താണ്? സതീശൻ സ്വീകരിക്കുന്ന വ്യക്തിപരമായ നിലപാടുകളായിരുന്നു അതിൻ്റെ കരുത്ത്. അത് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ ഒരു ദിവസം, ഞാൻ വീണ്ടും പറഞ്ഞത്, നാളെ ഒരു ദിവസം സതീശനെ നമുക്കൊരു ടേൺ അടിസ്ഥാനത്തിൽ മാറ്റാം എന്ന് കോൺഗ്രസിനകത്തൊരു തീരുമാനമുണ്ടായാൽ ഇന്നലെ ഉണ്ടായ ബഹളം ഇന്നുണ്ടാവില്ല, ഇന്നുണ്ടാവുന്ന ബഹളം നാളെയും ഉണ്ടാവില്ല. അത് ഉണ്ടാവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഭിപ്രായം പറയാൻ സതീശന് കഴിയണം. അദ്ദേഹം കുറച്ചുകൂടി പുതിയ തലമുറയുടെ ചുവരുകൾ വായിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അത് ചെയ്യാൻ പറ്റട്ടെ. നിലവിൽ അങ്ങേയറ്റത്തെ നിരാശയുടെ പടുകുഴിയിൽ മലയാളിയെ നിർത്തിയിരിക്കുകയാണ് പുതിയ സർക്കാർ. 2.5 മാസം കൊണ്ട് ഞാൻ പറയും. യെസ് അതാണ്. എന്തായാലും വർഗീയതയ്ക്ക് മുന്നിൽ ഒരു കാലത്തും വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. അതും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം ഇരുന്നത്. പക്ഷേ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ടി.ജി. മോഹൻദാസിൽ നിന്ന് ഇതുപോലെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. വി.ഡി. സവർക്കർ ഈ ക്വിസ് മത്സരത്തിൽ ഒരു ചോദ്യമായി സ്വാതന്ത്ര്യ സമര സേനാനിയായി അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കപ്പെടുന്നത്. അതുമാത്രമല്ല വന്ദേമാതരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുന്നത്. എവിടെ പോയി നിങ്ങളുടെ നിലപാട്? അതാണോ അറബിക്കടലിൽ എറിഞ്ഞു കളഞ്ഞത് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ്.